ഹലോ നമസ്കാരം. എൻ്റെ കയ്യിൽ കുറച്ച് ഹൈബ്രിഡ് ചെമ്പരത്തി കളക്ഷൻസ് ഉണ്ട്. അതിലൊരു സുന്ദരി കുട്ടിയാട്ടോ ഇത്. ഇതിലും വലിയ പൂവായിരുന്നു കേട്ടോ ആദ്യമൊക്കെ വിടുന്നത്. ഇപ്പോൾ അതിൻ്റെ മൊട്ട് വരുമ്പോഴത്തേക്കും യെല്ലോ കളറായി പൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ആദ്യമേ ഒരു ഒറ്റ സ്റ്റെമ്മായിട്ട് ഇരിക്കുമായിരുന്നു. പിന്നെ സ്റ്റെമ്മിൻ്റെ ഞാൻ മോൾ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് മുട്ടുകളൊക്കെ വന്നു തുടങ്ങി. നേരെ പുതിയ തണ്ടുകൾ വരുന്നതിലൊക്കെ മുട്ടൊക്കെ വന്ന് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിത് വിടർന്നിട്ടുണ്ട്. നല്ല സുന്ദരി കുട്ടിയായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. നല്ല ഭംഗി ഇതിൻ്റെ കളറ്. പിന്നെ എൻ്റെ അഡീനിയം പിങ്ക് ഫ്ലവേഴ്സും നല്ല സൂപ്പറായിട്ടിരിപ്പുണ്ട്. ഇപ്പോൾ ഇവിടെ വെയിൽ വന്നിട്ടില്ല. ഒരു 12 മണി തൊട്ടേ ഈ ഭാഗത്തോട്ട് വെയിൽ വരത്തുള്ളൂ. ഇന്നലെ നല്ല മഴക്കാറായതുകൊണ്ട് ഞാൻ വീണ്ടും ചെടികളെ എടുത്ത് സൺഷെയ്ഡിലോട്ട് വെച്ചു. ഇനി രാത്രി കാണാൻ മഴ പെയ്താലോ എന്ന് വിചാരിച്ചു. പക്ഷെ മഴയൊന്നും പെയ്തില്ല. അതുകൊണ്ട് മോർണിംഗ് ഇവിടെ വെയിൽ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഒരു 12 മണി തൊട്ട് പക്ഷേ വൈകിട്ട് ഒരു 5 മണി വരെ നല്ല വെയിലായിരിക്കും. അപ്പോൾ ഇതിലെല്ലാം മുട്ടും വിടർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു മുട്ടും കൂടി ഉള്ളൂ കേട്ടോ വിടരാനായിട്ട്. നല്ല ഭംഗിയുള്ള പൂവാണേ. പിന്നെ നമ്മുടെ കുഞ്ഞു സുന്ദരി പിങ്ക് അതുപോലെ തന്നെ നിൽപ്പുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. എത്ര ദിവസമായി അത് വിടർന്നിട്ടെന്ന് വെച്ചാൽ കുറേ ദിവസമായി, 2 ആഴ്ചയോളമായി അങ്ങനെ നിൽക്കുക. നമ്മുടെ കുഞ്ഞൻ ചെടിയിലെ കുഞ്ഞു പൂക്കളും അതിൽ വേറെ മുട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട് അഡീനിയം പൂക്കളൊക്കെ. ബാക്കി ചെടികളിലൊക്കെ മുട്ടും വരുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ള പിങ്ക് കളർ ചെടികൾ എന്ന് പറഞ്ഞാൽ ഈ വിങ്കയൊക്കെ കേട്ടോ. ഇവിടെ ഭയങ്കര വെയിലാണേ. വിങ്ക ഇതൊരു ഹൈബ്രിഡ് ടൈപ്പ് ഞാൻ വാങ്ങി വെച്ചിട്ട് ഇപ്പോൾ 2-3 ആഴ്ചയായിട്ടുണ്ട്. അത് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനിങ്ങനെ പോട്ടോടെ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണേ. എന്തായാലും ഇനി പോട്ടിൽ നിന്ന് മാറ്റണം. ഇത് ഒരു ഹൈബ്രിഡാണ്, വൈറ്റ് കളറിലെ. ഇതും അതെ കേട്ടോ. ഇത് 3 പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം പോയി. ഇതൊക്കെ നാടനാണേ. ഇത് അരി മുളച്ച് വന്നത്. പിന്നെ ചട്ടിയിലോട്ടെടുത്ത് മാറ്റി നട്ടാട്ടോ. പിന്നെ എൻ്റെ കയ്യിലുള്ള പിങ്ക് പൂക്കൾ ഇതാണ്. ഈ ടെക്കോമ. ഇതൊരു ചെറുതായിട്ട് ക്രീപ്പ് ചെയ്യുന്ന ടൈപ്പാണ്. നമുക്കിങ്ങനെ പ്രൂൺ ചെയ്ത് നിർത്തിയാൽ ബുഷായിട്ടും വളരും. ഞാൻ ഇതൊരു പോട്ടിലായിരുന്നു വെച്ചിരുന്നത്. ഞാൻ ഇന്നലെ വൈകിട്ടെടുത്ത് ഈ ഒരു വശത്തോട്ട് വെച്ചു കേട്ടോ. കാരണം ഇവിടെ ഈ അരമതിലിൻ്റെ ഈ വശത്ത് ഈ തെങ്ങിൻ്റെ ഒരു ഷെയ്ഡുണ്ട്. എന്നാലും ഇതിൻ്റെ 1-2 ഈ തെങ്ങിൻ്റെ ഈ ഓലകൾ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇവിടെ വെയിൽ കിട്ടും. അപ്പം ഞാൻ വിചാരിച്ചു ഇതിവിടെ ഇങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ വാടിയിട്ടൊന്നുമില്ല. ഇന്നലെ നന്നായിട്ട് വെള്ളം ഒഴിച്ചു. രാത്രിയിലത്തെ പരിപാടിയായിരുന്നു. രാത്രി എന്ന് പറഞ്ഞൊരു സന്ധ്യ കഴിഞ്ഞ് 7 മണിയായപ്പോൾ എനിക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നേ ആ ചട്ടിയിൽ നിന്ന് മാറ്റി ഇവനെ ഇങ്ങോട്ട് നടാമെന്ന്. അപ്പോൾ ഇങ്ങനെ നട്ട് കഴിഞ്ഞ് സൂപ്പറായിട്ട് വളരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ എപ്പോഴുള്ള ഡാർക്ക് പിങ്ക് നമ്മുടെ ഇത് നല്ല സുന്ദരി കുട്ടികൾ സൂപ്പറായിട്ട് നിൽപ്പുണ്ട്. ഇതെപ്പോഴും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. എല്ലാവർക്കും ബോറടിക്കുന്നുണ്ടാകുമായിരിക്കും, ഇത് തന്നെയാണല്ലോ കാണിക്കുന്നതെന്ന്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഈ പ്ലാന്റ്. ഇതിൻ്റെ അടുത്ത് എപ്പോഴും ഞാൻ വരും. പെൻഡാസൊക്കെ ഇപ്പോൾ കുറച്ച് തണലത്തിരിക്കുന്നതുകൊണ്ടുണ്ടല്ലോ അത്രയ്ക്ക് പൂക്കളില്ല. എന്നാലും വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബ്ലീഡിങ് ഹേർട്ട് പിങ്ക് നല്ല സൂപ്പറായിട്ട് പിടിച്ച് നിൽപ്പുണ്ട്. ഇതൊക്കെ കട്ട് ചെയ്യാറായതാണേ. ഒരുപാട് പൊങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പിങ്ക് ഫ്ലവേഴ്സ് ഇത്രയൊക്കെയാണ്. ബൈ ബൈ.